എടീ, ഞാൻ നിന്റെ അടുത്ത് എത്ര തവണ പറഞ്ഞു തെരുവിൽ കിടന്ന് കൂത്താടരുതെന്ന് മോഷ്ടിക്കരുന്നു? മോഷ്ടിക്കാനും കൂത്താടാനും എനിക്ക് എന്ത് സന്തോഷമാണെന്നോ? അല്ലെങ്കിൽ ഞാൻ എന്തിനു തെരുവിൽ കിടന്ന് കൂത്താടണം? ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചേട്ടൻ നല്ല ഭംഗിയായിട്ട് നോക്കുന്നുണ്ടല്ലോ. എന്റെ വേദനകൾ ഞാൻ ആരോട് പറയും? എനിക്ക് ചേട്ടനില്ല. എന്നെ എടുത്തു വളർത്തിയ മാസ്റ്റർ ഇന്ന് അവശനാണ്. ഞാൻ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരാൾക്ക് എന്നെ തിരിഞ്ഞു നോക്കാൻ പോലും സമയമില്ല. ചേട്ടനെന്ന് കണ്ടോ? മാഷക്ക് അസുഖം വളരെ കൂടുതലാണ്. മരുന്നിന് മാത്രം ദിവസം 50 രൂപയാകും. പണത്തിന് ഞാൻ എവിടെ പോകാൻ? ചേട്ടാ, എനിക്കൊരപേക്ഷയുണ്ട്. എന്നെ വിട്ടെങ്ങും പോകരുത്. ചേട്ടൻ ഇന്ന് അവിടെ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ ഗതി എന്താകുമായിരുന്നു? അല്ലെങ്കിൽ തന്നെ എനിക്കാരുമില്ലല്ലോ. ഇതാണ് തെരുവിൽ നിന്ന് കിട്ടിയത്. മരുന്നിന് പോലും തികയില്ല. ചേട്ടാ, നിന്നെപ്പോലൊരുത്തനെയാണ് ഞാൻ അന്വേഷിക്കുന്നത്. ഉദ്ദേശം മനസ്സിലായില്ല. നിനക്കാവശ്യം പണം, എനിക്കാവശ്യം നിന്നെ. ആ കോൺട്രാക്ടർക്ക് 50,000 രൂപ കൊടുക്കും. ചെക്കൊപ്പിട്ടേക്ക്. ഉഷേ, ചെക്കൊപ്പിടാൻ വരട്ടെ. 1,00,000 രൂപ കൊടുത്തതല്ലേ? കണക്കെല്ലാം പിന്നെ നോക്കാം. അല്ല, ആ കണക്ക് എനിക്കൂടെ ഒന്ന് അറിയണം. മാവാ, ഉഷ ആരാണ്? ഉഷ ആരാണ്? നിങ്ങൾ പറയൂ, ഉഷ ആരാണ്? ഉഷ എന്റെ ഭാര്യയാണ്. നിർത്തടാ. കുറെ നാളുകളായി ഉഷയുടെ ഭർത്താവാണെന്നും പറഞ്ഞ് ഇവിടെ തുള്ളുന്നു. ഇനി ഞാനിത് അനുവദിക്കില്ല. അമ്മാവാ, ഒരു ഭാര്യയുടെ സ്വത്തിന്റെ പരിപൂർണ അവകാശം അവളുടെ ഭർത്താവിനാണ്. അത് എപ്പോ എങ്ങനെ ചിലവഴിക്കണമെന്ന് അവളുടെ ഭർത്താവ് തീരുമാനിച്ചുകൊള്ളും. നീ ചെക്കോപ്പറേടി. ഉഷ നിന്റെ ഭാര്യയാണെങ്കിൽ എന്റെ പെങ്ങളുമാണ്. ഈ സ്വത്തിൽ എനിക്കുമുണ്ട് തുല്യാവകാശം. കാലെടുക്കണ. എടാ നീയോ? അതേടാ, ഞാൻ തന്നെ. അവൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായില്ല അല്ലേ? ആ, എന്നാ പറയാം. നിന്റെ ഭർത്താവിന്റെ രഹസ്യ ഭാര്യയിലുള്ള മകൻ. ചേട്ടനല്ലേ പറഞ്ഞതെല്ലാം ചുട്ടരിച്ചെന്ന്? ഇല്ലടി, ഇല്ല. അവൻ മരിച്ചിട്ടില്ല. എനിക്കറിയാമായിരുന്നു എന്നെങ്കിലും ഈ ചോദ്യം നീ എന്നോട് ചോദിക്കുമെന്ന്. ഒരു കൊലപ്പുള്ളിയായ നിന്നെ പോലീസിൽ അകപ്പെടുത്താതെ പൊന്നുപോലെ നോക്കി എന്നെ എന്നെങ്കിലും നീ തിരിഞ്ഞു കുത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവനെ വളർത്തിയത്. എന്താ നിന്റെ ഉദ്ദേശം? നിന്റെ ഉദ്ദേശം തന്നെടാ. അത് നിന്നെ കൊണ്ടാകും. ആകൂന്ന് ഞാൻ നോക്കട്ടെ. ഒന്നും നോക്കാനില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. 361 ശരി, 402 ശരി, ഈ 367 ശരി, ജയിലിലെ ഗോതമ്പ് കഞ്ഞിയേക്കാൾ ഇവിടത്തെ പഴങ്കഞ്ഞിക്കാണ്
രുചി. ഓർമ്മ വേണം, ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കിയാൽ പഴയതുപോലെ എല്ലാവരും ശ്രദ്ധയേറി പോകേണ്ടി വരും. ഇതെല്ലാം അവിടെ നടക്കില്ലടാ. നടക്കൂടാ. കണ്ടുകളയാം. എനിക്കൊന്നും അറിയില്ല. അച്ഛൻ മരിച്ചതോട് തുടങ്ങിയതാ ഞങ്ങളുടെ ഈ കഷ്ടകാലം. ചേട്ടൻ കൂടി എന്തിനീ നരകയാതന അനുഭവിക്കണം? എല്ലാം ഞങ്ങളുടെ വിധിയാണ്. ഞാൻ അഭിനയിക്കാനാണ് വന്നതെങ്കിലും ഇപ്പൊ ഈ കുടുംബത്തിലെ ഒരു അംഗമായി മാറിപ്പോയി. ഈ വീട്ടിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ നടക്കുന്നുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കണം. ആദ്യം ആങ്ങളയ്ക്ക്, പിന്നെ മലയാളി എന്റെ ഭർത്താവിന്. ഇതൊന്ന് അകത്തോണ്ട് നിൽക്കും. കൊള്ളാം, ഉടഞ്ഞില്ല. ഇതുകൊണ്ട് നിൽക്കടി. ഇനി ഈ വീട്ടിൽ എന്തെങ്കിലും നീ ഉടയ്ക്കാൻ ശ്രമിച്ചാൽ നിന്റെ എല്ലി ഞാൻ ഒടിക്കും. ആണുങ്ങൾ നാക്ക് കൊണ്ട് ഏറ്റുമുട്ടാറില്ലടാ. തടികേട് വരാ, സൂക്ഷിക്കേ. ആ, ക്യാമറ കൊണ്ടുപാടി. ദീപം കാണുന്നത് അല്ലേ? അതെന്നെ പലത് ഓർമ്മിപ്പിക്കും. അവസാനം ഞാൻ സ്വയം ഒരു തീജ്വാലയെ മാറിപ്പോകും. നീ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ പലപ്പോഴും ചോദിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കൊച്ചുകുട്ടികളെ കാണുമ്പോൾ നീ എന്തോ ആലോചനയിൽ മതി മറന്നു പോകാറുണ്ട്. എന്താ നിന്റെ മനസ്സിന്റെ വിഷമം? ബിന്ദു, കരയാതെ ബിന്ദു. ചേട്ടാ, ഇതാ ഇത് കുടിച്ചിട്ട് ഇവിടെ കിടന്നോ. ചേട്ടൻ പോയി ഇപ്പൊ എന്തെങ്കിലും കൊണ്ടുവരാം കേട്ടോ. തരണ സാർ, വിശക്കുന്നു സാർ. തരണ സാർ, ഞാൻ തരണ സാർ. എന്റെ അനിയത്തി വിശക്കുന്നു സാർ. നിന്റെ അനിയത്തി വെച്ചിരുന്ന ഞാൻ ഓരോന്നും നടക്കുന്നു. ഇവിടെ വാടാ, ഇവിടെ വാ. വെറുതെ പിച്ച എടുക്കാതെ ഇതെടുത്ത് എന്റെ കൂടെ വന്നാൽ കാശ് തരാൻ നിനക്ക്. വരുന്നോ? ആ, സൂക്ഷിച്ച്. ഉടയുന്ന സാധനമാണ്. സൂക്ഷിച്ച്. എടാ, ഈ പ്രായത്തിലൊന്നും പിച്ച എടുക്കാൻ നടക്കരുത്. മാന്യമായി ജോലി ചെയ്ത് ജീവിക്കണം. ഹലോ ഹലോ. ആ, വരൂ. കൊണ്ടുപോണ. ആ, സൂക്ഷിച്ച്. താഴ്ച വീണ ഉടയും. മെല്ലെ മെല്ലെ. നീ പുറത്തു പോയിരിക്കും, ഞാൻ വിളിക്കാം. എന്തൊക്കെയുണ്ടടേ വിശേഷങ്ങള്? ഒഴുകി ആദ്യം ഒരു പെഗ് അടിക്ക്, പിന്നെ സംസാരിക്കാം. ഇനി ഒന്ന് ഒഴിക്കണേ.
ഇപ്പോഴത്തെ പരിപാടി എങ്ങനെ? അതെങ്ങനെ നടക്കും? അത് ശരി. പരിപാടി എന്തായാലും ഇപ്പൊ നിങ്ങളുടെ പരിപാടിയാണ് ഉഗ്രൻ. കാശോ തരാലോ? കൊടുക്ക ആശാനെ. ആ അവനൊരു ഗ്ലാസ് കൊടുത്ത രസം ഉണ്ടായിരുന്നല്ലോ ആശാനെ. കൊടുക്കാലോ? കൊടുക്ക്. ഇത് രസമുണ്ട്. ഇത് നോക്കിക്കോ. എടുത്തോ. ആ ഇത് കുടിച്ചിട്ട് എടുത്തോ. ആ കുടിക്കണ. ആ മിടുക്കൻ. എടുത്തിട്ട് പോ. പോടാ. രണ്ട് ബന്നിത. എത്ര പൈസ? 50. രണ്ട് കാലം സാധിയില്ലാത്ത എനിക്ക് വല്ലതും തരണേ അമ്മേ. ഈ വീട്ടിൽ ആരും ഇല്ലേ മോളെ? ചേട്ടൻ പോയിട്ട് വന്നിട്ടില്ല. മോളെന്തിനാ കരയണേ? വിശക്കുന്നു. മാമന്റെ കൂടെ വാ. നോക്ക് മാമൻ ചോറ് വാങ്ങിക്കാം. ബിന്ദു അവൾ എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവളെ തേടി തേടി ഞാൻ വലഞ്ഞു. അവളായിരുന്നു എന്റെ ലക്ഷ്യം. വിധി ഞങ്ങളെ വേർപെടുത്തി. നീ വിഷമിക്കാതിരിക്കൂ. എല്ലാം ഗുരുവായൂരപ്പൻ നേരെയാക്കും.